ഇന്ന് പലസ്തീനിലെ ഹമാസ് നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ആ പിന്തുണ ദയവായി താങ്കൾ പ്രതീക്ഷിക്കരുത്. പാലസ്തീനികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഹമാസിൻ്റെ ആരാധകരായിട്ട് താങ്കൾ മാറിയാൽ, താങ്കളും താങ്കളുടെ സഹപ്രവർത്തകരും മാറിയാൽ കേരളത്തിലെ പൊതുസമൂഹം അത് അംഗീകരിക്കില്ല എന്നുള്ള വാസ്തവം തിരിച്ചറിഞ്ഞേ പറ്റുകയുള്ളൂ. പക്ഷേ കെ എം ഷാജിയെ എനിക്കിഷ്ടമാണ്. അതിൻ്റെ കാരണം ധീരമായ നിലപാടുള്ള ഒരു നേതാവാണ് കെ എം ഷാജി. അപ്പം മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണ് എന്ന് എനിക്ക് വിശ്വാസമില്ല, അങ്ങനെ അഭിപ്രായവുമില്ല. ബാബറി മസ്ജിദ് തകർന്നപ്പോഴേ മലബാറിൽ കലാപം ഉണ്ടായില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സ്വീകരിച്ച നിലപാടായിരുന്നു. നിഷ്കളങ്കരായ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ വർഗീയ വിഭജനമുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൈ താഴുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷ വലതുപക്ഷ പാർട്ടികൾ തന്നെയാണ്. ഒക്ടോബർ 20 ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ തലക്കെട്ട് 2026 പന്ത് വെള്ളാപ്പള്ളിയുടെ കോർട്ടിൽ എന്നാണ്. ഈ വീഡിയോ കേട്ട ഒരു പ്രേക്ഷകന് എനിക്ക് 2 ശബ്ദരേഖകൾ അയച്ചു തന്നു. ആ ശബ്ദരേഖകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു നിമിഷം ഒന്ന് കേൾക്കണം. എയ്ഡഡ് സ്കൂളുകളിൽ എത്ര അൺഎയ്ഡഡ് സ്കൂളുകളിൽ എത്ര ബാച്ചുകൾ, എത്ര കോഴ്സുകൾ മുസ്ലിം മാനേജ്മെന്റുകൾക്ക് കീഴിൽ കിട്ടി? ഞാൻ ചോദിക്കട്ടെ, ഭരണം വേണമല്ലോ, ഭരണം തിരിച്ചു പിടിക്കേണ്ടയും ഒരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. കെ എം ഷാജി ഇവരെല്ലാം യഥാർത്ഥ മുഖം ഇവരെ അറിയണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ വരെ അറിയില്ല. ദുബായി പോയി കാണുമ്പോഴാണ് അവിടെയുള്ള പ്രസംഗമാണ്. ഷാജിയുടെ പ്രസംഗം കേട്ടാൽ അയാൾ പാകിസ്ഥാൻ്റെ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. പാകിസ്ഥാൻ്റെ സ്വഭാവവും മുഖഭാവവും ആ സ്റ്റൈലും ന്യായം പറഞ്ഞു എന്നുള്ള പേരിൽ എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കി, എന്നിട്ട് എന്നെ വർഗീയവാദിയാക്കാൻ. ശ്രീ കെ എം ഷാജിയുടെയും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെയും പ്രസംഗങ്ങളുടെ ക്ലിപ്പിംഗാണ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നത്. കെ എം ഷാജി എന്ന് പറയുന്ന നേതാവിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എനിക്ക് അദ്ദേഹത്തെ പരിചയവുമില്ല. പക്ഷേ കെ എം ഷാജിയെ എനിക്കിഷ്ടമാണ്. അതിൻ്റെ കാരണം ധീരമായ നിലപാടുള്ള ഒരു നേതാവാണ് കെ എം ഷാജി. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ ധൈര്യമുള്ള ഒരു യുവാവാണ് കെ എം ഷാജി. ആ തരത്തിൽ എനിക്ക് കെ എം ഷാജിയുടെ ബഹുമാനം തോന്നിയിട്ടുണ്ട്. പല നിലപാടുകളും രാജ്യത്ത് സമുദായ സൗഹാർദ്ദം നിലനിർത്തുന്ന കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളോടും പലതിനോടും എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ ദുബായിൽ കെ എം ഷാജി നടത്തിയ പ്രസംഗം ഒരു ബഹുസ്വര സമൂഹത്തിന് അനുയോജ്യമാണ് എന്ന് പറയാൻ നിർഭാഗ്യവശാൽ കഴിയില്ല. അപ്പം മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണ് എന്ന് എനിക്ക് വിശ്വാസമില്ല, അങ്ങനെ അഭിപ്രായവുമില്ല. പക്ഷേ മുസ്ലിം ലീഗ് ഒരു തനി വർഗീയ പാർട്ടിയാണ് എന്ന് പറയാൻ പറ്റില്ല. മതാധിഷ്ഠിതമായ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും SDP-യിൽ നിന്നും ഒക്കെ വളരെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പ്രത്യേകിച്ച് മലബാറിലെ മതസൗഹാർദ്ദം നിലനിർത്തുന്ന കാര്യത്തിൽ ലീഗും പാണക്കാട് തങ്ങളന്മാരും ചെയ്ത സേവനം ഒട്ടും ചെറുതല്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ബാബറി മസ്ജിദ് തകർന്നപ്പോൾ മലബാറിൽ കലാപം ഉണ്ടായില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സ്വീകരിച്ച നിലപാടായിരുന്നു. അദ്ദേഹം സ്വീകരിച്ച നിലപാടിനോട് ലീഗിലെ തന്നെ പലരും വിയോജിച്ചു. ഇബ്രാഹിം സുലൈമാൻ സേട്ട് ലീഗ് വിട്ടുപോയി. ബാബറി മസ്ജിദ് തകർന്നപ്പോൾ കലാപം ഉണ്ടാക്കിയില്ല എന്ന് പരാതി പറഞ്ഞ് INL എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായി. ആ പാർട്ടി പിന്നീട് ഇടതുപക്ഷത്തിൽ ചേർന്നു, അവർക്കൊരു മന്ത്രിയുമുണ്ടായി. അത് വേറെ ഒരു കാര്യം. പക്ഷേ ഇതൊന്നുമായിട്ടും പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കുലുങ്ങിയില്ല. അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ മലബാറിൽ നിലനിന്നിരുന്ന മതസൗഹാർദ്ദത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ, ലീഗിൻ്റെ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ അബ്ദുൽ നാസർ മാദിനി ഒരു പ്രചണ്ഡമായ കൊടുങ്കാറ്റ് പോലെ മലബാറിൽ ആഞ്ഞു വീശിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടി തിരഞ്ഞെടുപ്പിൽ തോറ്റു.
ഡോക്ടർ KM മുനീർ തോറ്റു, ET മുഹമ്മദ് ബഷീർ തോറ്റു. പക്ഷേ അപ്പോഴൊന്നും മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്പം പോലും കുലുങ്ങിയില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം തന്നെ നിലപാടിൽ ഉറച്ച് നിന്നു. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരിച്ചപ്പോഴേ കേരളം ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി കണ്ണുനീരോടെ അദ്ദേഹത്തിന് വിട നൽകിയത്. പിന്നീട് വന്നത് ഹൈദരാലി ശിഹാബ് തങ്ങളാണ്. ഹൈദരാലി ശിഹാബ് തങ്ങൾ അധികാരത്തിൽ വന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് പ്രൊഫസർ TJ ജോസഫിൻ്റെ കയ്യ് വെട്ടുന്ന സംഭവം ഉണ്ടായത്. തീവ്രവാദ നിലപാടുകൾക്കെതിരെ ശക്തമായൊരു നിലപാടാണ് ഹൈദരാലി ശിഹാബ് തങ്ങൾ സ്വീകരിച്ചത്. തീവ്രവാദ നിലപാടുകൾക്കെതിരെ ശ്രീ KM ഷാജിയും ഡോക്ടർ MK മുനീറുമൊക്കെ രംഗത്ത് വന്നു. അവർ ധാരാളം പ്രസംഗങ്ങൾ ചെയ്തു. മതസൗഹാർദ്ദം നിലനിർത്തണമെന്നാവശ്യപ്പെട്ടു. അതൊക്കെ KM ഷാജിയുടെ ഭാഗത്തു നിന്നുണ്ടായ വളരെ പോസിറ്റീവായ ചില സമീപനമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധികാരത്തിൽ എത്തിയത്. അദ്ദേഹം ഈ അധികാരത്തിലെത്തുമ്പോൾ കേരള രാഷ്ട്രീയം വളരെ സങ്കീർണമാണ്. പ്രത്യേകിച്ച് വർഗീയമായി വളരെയധികം ധ്രുവീകരിക്കപ്പെട്ട് കഴിഞ്ഞു കേരളം. അതിന് പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ BJPക്കോ ഒന്നും കഴിയുമെന്ന് ഞാൻ കരുതുന്നുമില്ല. കാരണം ഇത്തരത്തിൽ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടെത്തിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ തന്നെയാണ്. അവരാണ് ഒന്നാം പ്രതി. നിഷ്കളങ്കരായ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ വർഗീയ വിഭജനമുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൈക്കാളുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷ വലതുപക്ഷ പാർട്ടികൾ തന്നെയാണ്. അവരതിൻ്റെ ഗുണഭോക്താക്കളുമാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ വളരെ സങ്കീർണമായ കേരള രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങൾ, അതിൻ്റെ പോക്ക്, അത് അർഹിക്കുന്ന ഗൗരവത്തോടെ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ഹാഗിയ സോഫിയ എന്ന ക്രൈസ്തവ ദേവാലയം ടർക്കിയിലെ ഉർദുഗാൻ എന്ന ഭരണാധികാരി മുസ്ലിം പള്ളിയാക്കി മാറ്റിയതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം ലേഖനം എഴുതിയത്. അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ക്രൈസ്തവർ ലീഗിൽ നിന്നും അകന്നു എന്ന് മാത്രമല്ല, ലീഗിനെ സംശയത്തോടെ നോക്കാൻ തുടങ്ങി എന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത സമുദായങ്ങൾക്ക്, വിഭാഗങ്ങൾക്ക് അവർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തി. കേരളത്തിലെ അതിൻ്റെ ഗുണഭോക്താക്കൾ 164 സമുദായങ്ങളാണ്. ഹിന്ദു മതത്തിൽപ്പെട്ട 164 ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങളിൽപ്പെട്ട 164 വിഭാഗങ്ങളാണ്, സമുദായങ്ങളാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ. ലീഗ് അതിനെതിരെ വളരെ കടുത്ത നിലപാട് സ്വീകരിച്ചു. അതോടുകൂടി ഈ 164 സമുദായങ്ങൾ ലീഗിനെ വളരെയധികം സംശയത്തോടും അതല്ലെങ്കിൽ വെറുപ്പോടും കൂടി കാണാൻ തുടങ്ങി എന്നുള്ളതൊരു വാസ്തവമാണ്. നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ സമുദായങ്ങൾ തമ്മിൽ അകൽച്ചയും സംശയവും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ശ്രീ KM ഷാജി താങ്കൾ ഈ പ്രസംഗം ചെയ്തിരിക്കുന്നത്. താങ്കൾ ചരിത്രം മറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 1921 മലബാറിൽ മാപ്പിള ലഹളയുണ്ടായി. അതൊരു വർഗീയ കലാപമായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. കൂലിക്ക് എഴുതാൻ കിട്ടുന്ന ചരിത്രകാരന്മാരെ വിളിച്ചിരുത്തി കള്ളച്ചരിത്രം എഴുതിയാൽ അതൊന്നും നിലനിൽക്കില്ല എന്നുള്ളതാണ് സമകാലിക സംഭവങ്ങൾ തെളിയിക്കുന്നത്. പോറ്റി ഹോട്ടലിൽ ആഹാരം കഴിച്ച് കഴിഞ്ഞ് കൊടുക്കുന്ന ടിപ്പ് കൊടുക്കുന്നത് പോലെ എന്തെങ്കിലും കൊടുത്താൽ ചരിത്രം എഴുതാൻ ഇവിടെ ചരിത്രകാരന്മാരുണ്ട്. അവരെന്ത് എഴുതി കൊടുക്കും? മോൺസൺ മാവുങ്കലിൻ്റെ രേഖ, അത് പുരാരേഖയാണ് എന്ന് സർട്ടിഫൈ ചെയ്ത പുരാവസ്തു ഗവേഷകരെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ചരിത്രകാരന്മാരങ്ങനെ പലതും എഴുതി കൊടുക്കും. പക്ഷേ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല. അപ്പോൾ 21 കലാപത്തിനെ പിന്നെ നമ്മൾ കളർ മാറ്റി അടിച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യം താങ്കൾ ശ്രദ്ധിക്കേണ്ടത്, 1921 മലബാറിൽ നടന്ന മാപ്പിള ലഹളയും 1925 RSS സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒരു ചെറിയ കാരണമെങ്കിലുമാണ് എന്നുള്ളൊരു വസ്തുത ഉണ്ട് എന്നുള്ള കാര്യം താങ്കൾ തിരിച്ചറിയണം. അതാണ് ചെയ്യേണ്ടത്. 2025 താങ്കൾ എന്താണ് പറയുന്നത്? മതമാണ് 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 സത്യം, മതമാണ് വലുതെന്നാണ് താങ്കൾ പറയുന്നത്. അത് എന്ന് താങ്കൾ പറയുമ്പോൾ, മതമാണ് വലുത് എന്ന് താങ്കൾ പറയുമ്പോൾ, ക്രൈസ്തവരും ഹിന്ദുക്കളും മതമാണ് വലുത് എന്ന് കരുതിയാൽ അതിൽ തെറ്റ് പറയാൻ കഴിയുമോ? താങ്കളടക്കമുള്ള MLA മാർ, താങ്കൾ ഇപ്പോൾ MLA എങ്കിലും താങ്കൾ MLA ആയിട്ടിരുന്ന ആളാണ്. MLA മാർ, MP മാർ, മന്ത്രിമാർ ഒക്കെ ലീഗിൻ്റെ ഉണ്ടായിട്ടുണ്ട്.
ഈ MLA മാരും MP മാരും മന്ത്രിമാരും ഒക്കെ പൊതു ഖജനാവിലെ പണം കൈപ്പറ്റിയല്ലേ മതമാണ് 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 വലുത് എന്ന് പറയുന്നത്. ഇവിടെയാണ് താങ്കൾ വെള്ളാപ്പള്ളി നടേശനെ കാണേണ്ടത്. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം. ഒരു നായാ പൈസ പോലും കേരളത്തിലെ ഖജനാവിൽ നിന്ന് അദ്ദേഹം കൈപ്പറ്റുന്നില്ല. പൊതുജന സേവകനല്ല അദ്ദേഹം. അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ നേതാവ് മാത്രമാണ്. അപ്പോൾ താങ്കൾ മതമാണ് വലുത് എന്ന് പറയുമ്പോൾ തൻ്റെ സമുദായത്തിന് അർഹമായ അംഗീകാരം കൊടുത്തേ മതിയാകൂ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ അദ്ദേഹത്തിനെ നമുക്ക് വർഗീയവാദിയാക്കാൻ കഴിയുമോ? അദ്ദേഹം ഈഴവ സമുദായത്തിന് വേണ്ടിയല്ലേ സംസാരിക്കുന്നത്? താങ്കൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി സംസാരിക്കും, മുസ്ലിം മതത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് താങ്കളൊന്ന് ചിന്തിക്കണ്ടേ? അപ്പോൾ കേരളത്തിലെ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ മലബാറിലെ ഒരു വിഭാഗം ആളുകളുടെ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രം ഒരുപക്ഷെ MLA യോ മന്ത്രിയാകാനും കഴിയുമെങ്കിലും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം നേടിയെടുക്കാൻ അത് പര്യാപ്തമല്ല എന്ന് ശ്രീ KM ഷാജി തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പൗരാവകാശങ്ങളെക്കുറിച്ച്, സിവിൽ റൈറ്റ്സിനെക്കുറിച്ച് ഒക്കെ വളരെ ബോധമുള്ള ഒരു പൊതുസമൂഹമുണ്ട്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഒരു സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്താണ് ലീഗും പ്രവർത്തിക്കുന്നത്. ഓരോ പൗരനും തൻ്റെ അവകാശങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളൊരു കേരള സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ഒരു ബഹുസ്വര സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് താങ്കൾ പറയുന്നത് പോലെ പ്രസംഗങ്ങൾ നടത്തിയാൽ അത് ലീഗിനെയും താങ്കളെയും പ്രതികൂലമായി ബാധിക്കില്ലേ എന്ന് തീർച്ചയായിട്ടും താങ്കൾ ചിന്തിക്കണം, ആലോചിക്കണം. ഇപ്പോൾ തന്നെ അവസാനമുണ്ടായ ചില സംഭവങ്ങൾ, ഇപ്പോൾ പാലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം, പാലസ്തീനികളുടെ സ്വാതന്ത്ര്യ അഭിവാഞ്ചയ്ക്ക് അനുകൂലമായി നിൽക്കുന്നതിന് ഒരു തെറ്റുമില്ല, അത് ശരിയാണ്. എൻ്റെയൊക്കെ ചെറുപ്പസമയത്ത് യാസർ അരാഫത്തിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു യൗവനമാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്, എൻ്റെ തലമുറയിൽപ്പെട്ടവർക്കുണ്ടായിരുന്നത്. ഒലിവ് ഇലകളുമായിട്ട് യാസർ അരാഫത്ത് ഐക്യരാഷ്ട്ര സംഘടനയിൽ ചെന്ന് പ്രസംഗിച്ച വാർത്തകളൊക്കെ പത്രത്തിൽ വായിച്ച് ഞങ്ങൾ സന്തോഷിച്ചിട്ടുണ്ട്. യാസർ അരാഫത്തിൻ്റെ നിലപാടിനെ ശക്തമായി പിന്താങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് പലസ്തീനിലെ ഹമാസ് നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ആ പിന്തുണ ദയവായി താങ്കൾ പ്രതീക്ഷിക്കരുത്. പാലസ്തീനികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഹമാസിൻ്റെ ആരാധകരായിട്ട് താങ്കൾ മാറിയാൽ, താങ്കളും താങ്കളുടെ സഹപ്രവർത്തകരും മാറിയാൽ കേരളത്തിലെ പൊതുസമൂഹം അത് അംഗീകരിക്കില്ല എന്നുള്ള വാസ്തവം തിരിച്ചറിഞ്ഞേ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് താങ്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഭാരതത്തിൻ്റെ മഹത്തായ സംസ്കാരവും പാരമ്പര്യവും താങ്കൾ തിരിച്ചറിയണം. ഈ യാഥാസ്ഥിതികത്തിൻ്റെ പുറന്തോട്ടിൽ നിന്നും താങ്കൾ പുറത്തു വരണം. ഭാരതത്തിൻ്റെ സംഗീതവും അതുപോലെ തന്നെ സാഹിത്യവും നൃത്തവും ഒന്നും ഭാരതത്തിലെ ഇസ്ലാമിന് അന്യമല്ല എന്ന വസ്തുത താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? കേരളത്തിൽ തന്നെ വന്നാൽ കലാമണ്ഡലം ഹൈദരലി കഥകളി സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ കഥകളി പദങ്ങൾ കേൾക്കാത്ത, ഇഷ്ടപ്പെടാത്ത എത്ര കഥകളി പ്രേമികൾ കേരളത്തിലുണ്ട്. അദ്ദേഹം അന്തരിച്ചപ്പോഴേ വളരെയധികം ദുഃഖത്തോടുകൂടിയാണ് വിട പറഞ്ഞത്. വളരെ പ്രശസ്തനായൊരു സംഗീതജ്ഞനാണ് അന്ന് കേരളം കണ്ണുനീരോടെ വിട നൽകിയത്. അതുപോലെ തന്നെ സംസ്കൃതത്തിൽ ആദ്യമായി ഒരു സിനിമ ചലച്ചിത്ര ഗാനം അത് രചിച്ചത് യൂസഫ് അലി കച്ചേരി അല്ലേ? യൂസഫ് അലി കച്ചേരി രചിച്ച ജാനകി ജാനേ എന്ന പാട്ട് പൂർണ്ണമായി അത് സംസ്കൃതത്തിലാണ്. ആ ജാനകി ജാനേ എന്ന ആ സിനിമാ പാട്ട് പാടിയത് ക്രിസ്ത്യാനിയായ യേശുദാസാണ്. അപ്പോൾ അത്തരം ഒരു ബഹുസ്വര സമൂഹം കേരളത്തിലുണ്ട്. ഇനി കേരളം വിട്ട് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലേക്ക് പോയാൽ, ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രമുഖരായ സംഗീതജ്ഞന്മാരിൽ പലരും മുസ്ലിങ്ങളല്ലേ? ഉസ്താദ് ബിസ്മില്ല ഖാനെയോ അല്ലെങ്കിൽ ഉസ്താദ് അലാവുദ്ദീൻ ഖാനെയോ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഹിന്ദുസ്ഥാനി സംഗീതത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? സക്കീർ ഹുസൈനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമോ? സക്കീർ ഹുസൈൻ്റെ തബല വായന ഇഷ്ടപ്പെടാത്ത എത്ര പേരുണ്ട്? അപ്പോൾ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കേണ്ടത്, ഉത്തരേന്ത്യയിലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ആൾ അമീർ ഖുസ്രു ആണ്. അദ്ദേഹം പേർഷ്യയിൽ നിന്നുള്ള അമീർ ഖുസ്രു ആണ്. താങ്കൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ താങ്കൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കാം. അപ്പോൾ നൃത്തത്തോടെ, സംഗീതത്തോടെ, സാഹിത്യത്തോടെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു യാഥാസ്ഥിതികമായ നിലപാട് നിർഭാഗ്യവശാൽ മലബാറിൽ വളർന്നു വരുന്നുണ്ട്. അത് എത്രമാത്രം അനുയോജ്യമാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കണോ, അതിനെ അംഗീകരിക്കണോ എന്ന് KM ഷാജിയെപ്പോലുള്ള ആളുകൾ ചിന്തിക്കണ്ടേ? അവസാനം വന്ന ഒരു വിവാദം പള്ളുരുത്തിയിലെ ഒരു ക്രൈസ്തവ സ്കൂളിലുണ്ടായ ഹിജാബുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ്.
ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഒരു മുഴം തുണിയുടെ പ്രശ്നമല്ലേ? അല്ല, ഒരു മുഴം തുണിയുടെ പ്രശ്നമല്ല. ഒരു സ്കൂളിൻ്റെ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ, നല്ല നിലയിൽ നടക്കുന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അച്ചടക്കത്തിൻ്റെ പ്രശ്നമാണത്. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കണമെങ്കിൽ ആ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്ന യൂണിഫോം ധരിച്ച് ചെല്ലണം, അത് നിഷ്കർഷിച്ചിരിക്കുന്നത് അനുസരിക്കാൻ അവിടെ എത്തി ഉള്ള വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണ് എന്ന നിലവിലെ നിയമം, അത് ഹൈക്കോടതി അടിവരയിട്ട് ശരിവച്ചിട്ടുള്ള ഒരു നിലപാടാണ്. അതിനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് ശരിയാകുമോ? അതിനെ ന്യായീകരിക്കാൻ പോയാൽ അത് ശരിയാകുമോ? ഇവിടെ ഹിജാബിനെതിരെ ലീഗിലെ ചില നേതാക്കന്മാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് കാണുമ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, താങ്കളടക്കമുള്ള നേതാക്കന്മാരോട് പറയാനുള്ളത്, MESൻ്റെ പ്രസിഡൻറ്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് എൻ്റെ വീക്ഷണം എൻ്റെ നിരീക്ഷണം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകത്തിൻ്റെ 180-ാമത്തെ പേജ് ഞാൻ ഒന്ന് വായിക്കാം. അത് വായിച്ചു കഴിയുമ്പോൾ താങ്കൾക്കൊരു പക്ഷേ ഇക്കാര്യത്തെക്കുറിച്ച് MES സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് മനസ്സിലാക്കാൻ കഴിയും. ആ പുസ്തകത്തിലെ 180-ാമത്തെ പേജിൽ ഫസൽ ഗഫൂർ പറയുകയാണ്, MBBSന് ചേരാൻ വന്ന ഒരു പെൺകുട്ടി മുഖാവരണം ധരിച്ചിരുന്നു. മുഖാവരണം അഴിച്ചാൽ മാത്രമേ കോഴ്സിന് ചേരാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞു. MESൻ്റെ മെഡിക്കൽ കോളേജിൽ ചേരാൻ ചെന്ന കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. MES മെഡിക്കൽ കോളേജിലെത്തിയ ആ പെൺകുട്ടി മുഖാവരണം ഒഴിവാക്കാമെന്ന് സമ്മതിച്ചു. എന്നാൽ പിറ്റേ ദിവസം ആ കുട്ടി വന്നത് മുഖാവരണം അണിഞ്ഞായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് ഭർത്താവ് സമ്മതിക്കുന്നില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പഠിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി സ്വയമേവ രാജിവെച്ച് പോവുകയായിരുന്നു. MESൻ്റെ കോളേജിലുള്ളൊരു നിയമം മാത്രമല്ലേ ഉള്ളൂ പള്ളുരുത്തിയിലെ ക്രൈസ്തവ സഭ നടത്തുന്ന സ്കൂളിലും ഉണ്ടായിരുന്നത്. അതിനെതിരെ ഇത്രമാത്രം ബഹളമുണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു? എന്തായാലും ഒരു കാര്യം ശരി, KM ഷാജി എനിക്കിഷ്ടപ്പെടുന്ന നേതാവാണ്. ഞാൻ താങ്കളെ പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും താങ്കൾ സമകാലിക യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ തയ്യാറാകണം. സമകാലിക യാഥാർത്ഥ്യം കണ്ടില്ല എന്ന് നടിക്കരുത്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുകയാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഗലീലിയോയുടെ ടെലിസ്കോപ്പിലൂടെ നോക്കാൻ പറഞ്ഞപ്പോൾ സത്യം മനസ്സിലാക്കേണ്ടി വരും എന്ന് കരുതി അതിന് തയ്യാറാകാതിരുന്ന പാതുവയിലെ പ്രൊഫസറെ പോലെ താങ്കൾ ഇന്നത്തെ സമകാലിക യാഥാർത്ഥ്യത്തെ വിലയിരുത്താൻ ശ്രമിക്കരുത്. ഒരു ബഹുസ്വര സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതിന് അനുസൃതമായ നിലപാട് സ്വീകരിക്കുകയും സമകാലിക യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യം താങ്കൾ മറക്കരുത്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടിനോട് യോജിക്കാം, വിയോജിക്കാം. പക്ഷേ ഒരു കാര്യം താങ്കളടക്കമുള്ള നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത്, വെള്ളാപ്പള്ളിയുടെ നിലപാടിനെ അവഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നാളത്തെ രാഷ്ട്രീയം അതായിരിക്കും തെളിയിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.